ഡോക്ടർ ഗോപകുമാർ, ഇവിടെ നമ്മളിപ്പോ OBC വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാകും എന്ന് 2-3 മാസം മുമ്പ് വിചാരിച്ചിരുന്നു. കാരണം ജാതി സെൻസസിനെ ഒരു പ്രധാനപ്പെട്ട പോൾ നറേറ്റീവായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അത് അദ്ദേഹം പ്രചരണത്തിന് തെരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം BJP സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം. ഈ ജാതി സെൻസസിന്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ നിതീഷ് കുമാറിനെ അവര് സത്യത്തിൽ അവരുടെ ബീഹാർ ഘടകത്തിന്റെ എതിർപ്പ് പോലും അവഗണിച്ച് വീണ്ടും NDAയിലേക്ക് കൊണ്ടുവരുന്നു, സഹകരിപ്പിക്കുന്നു, ഇന്ത്യ മുന്നണിയെ പൊളിക്കുന്നു, കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നു, OBC പൊളിറ്റിക്സ് അവർ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെ ഞങ്ങളാണ് OBCയുടെ ചാമ്പ്യന്മാർ, കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്നൊരു നറേറ്റീവിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ ജാതി സെൻസസ് അല്ലെങ്കിൽ ഒരു രണ്ടാം മണ്ഡൽ കളിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം അമ്പേ പരാജയപ്പെട്ടു പോയോ, അതോ അത് കൃത്യമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ശരിക്കും ഒരു രണ്ടാം മണ്ഡലിൻ്റെ ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ അന്ന് ജാതി സംവരണത്തിനെക്കുറിച്ച് കാസ്റ്റ് സെൻസസ് എടുക്കണമെന്ന് വ്യക്തമായിട്ട് അഭിപ്രായപ്പെട്ടത്. വളരെ പെട്ടെന്നാണ് ആ ഫോക്കസ് അങ്ങ് മാറിയത്. അതിന് നിതീഷ് കുമാറിനെ അപ്രോപ്രിയേറ്റ് ചെയ്തു, അത് ഇദ്ദേഹം ഇപ്പുറത്ത് വന്നു. അതുമാത്രമല്ല, BJPക്ക് അറിയാവുന്നൊരു ഘടകം, ഈ OBC പൊളിറ്റിക്സ് കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് BJPയുടെ ശക്തിയെ ദുർബലപ്പെടുത്തും. മറ്റൊന്നുമല്ല, ഹിന്ദു വോട്ടുകൾ ചിതറുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അത് തടയാൻ അന്ന് തീർച്ചയായിട്ടും അയോധ്യ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴാ സാഹചര്യത്തിൽ നിന്ന് മാറി, രാജ്യം മാറുന്ന ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിമാരു സ്റ്റേറ്റുകളെന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തലമുറകൾ മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജാതി രാഷ്ട്രീയം മാത്രം കളിച്ച് ജയിക്കാവുന്നൊരു പൊളിറ്റിക്സിലല്ല ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ BJPക്ക് അറിയാം, OBC പൊളിറ്റിക്സ് വന്നാൽ അവർക്ക് ദോഷം ചെയ്യും. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒന്ന് ആഗോളീകരണവുമായി ബന്ധപ്പെടുത്തിയ സാമ്പത്തിക വളർച്ച, അത് കൊണ്ടുവന്ന എക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിനുണ്ടായ വ്യത്യാസം, അത് പുതിയ തലമുറ അത് സ്വീകരിക്കുമ്പോൾ അവിടെ പ്രൈവറ്റ് കമ്പനിയിൽ എവിടെയാണ് റിസർവേഷൻ വന്നിരിക്കുന്നത്, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ക്ഷേമ പദ്ധതികൾ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇത്ര കോടി ആൾക്കാർക്ക് ദാരിദ്ര്യരേഖയിൽ നിന്ന് മാറി കഴിഞ്ഞ 10 വർഷം. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ആ പൊളിറ്റിക്കൽ എക്കോണമി ഡിസ്കഷനിലേക്ക് വന്നു കാസ്റ്റിന് പകരം. ഇത്തവണ പക്ഷേ ബജറ്റിൽ നോക്കൂ, ഒരു പോപ്പുലിസ്റ്റ് അനൗൺസ്മെന്റും ഇല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് PM കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങളൊരു പോപ്പുലിസ്റ്റ് ആയ ഒരു കാര്യം കൊടുക്കേണ്ട പോലും കാര്യമില്ല. അതിന്റെ ഫോക്കസ് കാരണം ഡെവലപ്മെന്റിന്റെ നേച്ചർ മാറി, വികസനത്തിന്റെ ഫോക്കസ് മാറി. വികസനത്തിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എക്കണോമിക് റിഫോംസിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ കോർപ്പറേറ്റ് ലെഡ് എക്കണോമിക് ഗ്രോത്ത് വന്നപ്പോൾ മിഡിൽ ക്ലാസിന്റെ എണ്ണം വളരെ ശക്തമായി. അതേസമയം ഏറ്റവും ദാരിദ്ര്യരേഖയ്ക്ക് താമസിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക്, അവർക്ക് കൊടുക്കാവുന്ന വെൽഫെയർ പ്രോഗ്രാംസ് കൂട്ടിയതേ ഉള്ളൂ. അത് ഈ ഇലക്ഷൻ ബഡ്ജറ്റ് വന്നില്ലാന്നേ ഉള്ളൂ, അത് വന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അയോധ്യയുടെ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അതും കംപ്ലീറ്റായി. ഈ 3 ഫോക്കസ്, ഈ 3 ഫാക്ടേഴ്സാണ് BJPയുടെ ഈ വിജയരഹസ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ രഹസ്യമല്ലാതായി മാറി. എക്കണോമിക് ഫാക്ടറിൽ കോർപ്പറേറ്റ് ലെഡ് എക്കണോമിക് ഗ്രോത്ത് മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ കൊണ്ടുവന്ന, നരസിംഹറാവു ഇരുന്നപ്പോൾ കൊണ്ടുവന്നത് ഏറ്റവും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കാലഘട്ടമാണിത്. 2, ക്ഷേമ പദ്ധതികൾക്ക് കൊടുത്ത ഊന്നൽ. 3, രാമക്ഷേത്രം ഇപ്പോൾ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന, അത് കൊണ്ടുവരുന്ന ഒരു സെൻസേഷണലിസം ഉണ്ടല്ലോ. ആ സെൻസേഷണലിസത്തിന് OBC പൊളിറ്റിക്സ് ഇല്ല. ആ OBCയുടെ പ്രസക്തി പോയി. അതിന് മുമ്പ് കർപ്പൂരി താക്കൂറിന് അവാർഡ് കൊടുക്കുന്നു, ഭാരതരത്നം കൊടുക്കുന്നു, നിതീഷ് കുമാർ തന്നെ ഇങ്ങ് പോരുന്നു. പിന്നെ എവിടെയാ ചർച്ച വരുന്നത്? പറഞ്ഞു തീർക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ബിമാരു സ്റ്റേറ്റുകൾ നമ്മൾ ആക്ഷേപിച്ചിരുന്നു. ഇന്ന് അവർ പറയുന്നത് ഞങ്ങളെ ബിമാരു എന്ന് വിളിക്കരുതെന്നാണ്. കാരണം സത്യമാണ്, ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ 30 കൊല്ലം മുമ്പുള്ളൊരു വളർച്ചയല്ല, വലിയ വ്യത്യാസവും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ കാണാതെ വെറുതെ കാസ്റ്റിലേക്ക് പോകണ്ട നമ്മൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എക്കണോമിക് ഫാക്ടറാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്.